എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. വീഡിയോസൊന്നും ആരും കാണുന്നില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച കിടന്ന് ഒരു ചെറിയ ട്രിപ്പൊക്കെ പോയായിരുന്നു. നമ്മുടെ ചടയമംഗലത്തായിരുന്നു. ചടയമംഗലത്ത് നമ്മുടെ ജടായുപ്പാറ ആദ്യം ഞാനൊരു പ്രാവശ്യം മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്തവണ എൻ്റെ മോന് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് ശനിയാഴ്ച കിടന്ന് ഉച്ചയ്ക്ക് പോയതാണ് കൂട്ടുകാരെ. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിരുന്നു. കുറച്ചൊക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ വീഡിയോസ് ഒന്നും ക്ലിയർ ആയില്ല. കാരണം ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. പിന്നെ അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും നല്ല പേടിയാണ്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തീ പോലത്തെ വെയിലായിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ക്ലിയറായിട്ടെല്ലാം കാണാൻ പറ്റി. പക്ഷേ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പാർക്കിങ്ങിന് ഒരു പേയ്മെൻ്റ് ഉണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്നതിന് ഒരു 30 രൂപ ആദ്യം അടയ്ക്കണം. പിന്നെ നമ്മൾ അങ്ങനെ അകത്തോട്ട് കയറുമ്പോൾ അവിടെ എല്ലാം നല്ല ചെടികളും എല്ലാം ഉണ്ട്. നല്ല രസമാണ് കാണുന്നത്. നല്ല അവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അകത്തോട്ട് ചെല്ലുമ്പോൾ നീണ്ട ക്യൂ കാണാം. ടിക്കറ്റ് എടുക്കുന്നതിന് നല്ല തിരക്കാണ്. കാരണം ഇന്ത്യക്ക് അകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും എല്ലാം ആളുകൾ ഇത് കാണാനായിട്ട് ഇങ്ങനെ എപ്പോഴും വരുന്നുണ്ട്. ഈ വെക്കേഷൻ സമയമായാലും എപ്പോഴായാലും അവിടെ നല്ല തിരക്കാണ്. ടിക്കറ്റിന് നല്ല ചാർജാണ്. നല്ല എമൗണ്ട് നൽകേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ ക്യൂ നിന്ന് കുറേ സമയം ക്യൂ നിന്ന് നമ്മളങ്ങ് മുകളിൽ ചെല്ലുമ്പോൾ നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് അങ്ങ് അകത്ത് ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രത്യേകതയാണ്. ഓരോ പിന്നെ ഒരു റൂം പോലെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ലൈനായിട്ട് അങ്ങ് അകത്ത് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് സമയം ഇരിക്കാം. ഒരുപാട് സമയമൊന്നും ഇരിക്കേണ്ടി വരത്തില്ല. ഉടൻ തന്നെ എല്ലാ സെക്യൂരിറ്റികൾ നമ്മളെ അങ്ങോട്ട് കടത്തി വിടും. അപ്പോഴായിരിക്കും എയർ കാർ വന്ന് ലാൻഡ് ചെയ്യുന്നത്. അതിങ്ങനെ പയ്യെ ഇങ്ങനെ വന്ന് ഇങ്ങനെ റൗണ്ടിന് വന്ന് അങ്ങ് നിൽക്കത്തില്ല, അത് സ്റ്റോപ്പ് ചെയ്യത്തില്ല. അതിങ്ങനെ കറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങി അങ്ങനെ സ്ലോയിൽ വരുമ്പോൾ തന്നെ നമ്മൾ അതിനകത്തേക്ക് മെല്ലെ അങ്ങ് കയറും. ഒരെണ്ണത്തിനകത്ത് ഒരു 6 പേരോളമെങ്കിലും കാണും. ഈക്വലായിട്ട് അപ്പുറം ഇപ്പുറം ആൾക്കാരെ ഇരുത്തും. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ അങ്ങനെ അങ്ങ് മൂവ് ചെയ്ത് താഴോട്ടുള്ള വ്യൂവും അതിൻ്റെ ആ ഭംഗി നമ്മൾ കണ്ട് തന്നെ അനുഭവിച്ചറിയണം. കാണാത്ത കൂട്ടുകാരെല്ലാം പോയി ഒന്ന് കാണണം. എനിക്ക് മുകളിലോട്ട് കയറുമ്പോൾ താഴോട്ട് നോക്കാൻ ഭയങ്കര പേടിയാണ്. എന്നാലും ഞാൻ ഇടയ്ക്ക് ഒളികണ്ണിട്ട് താഴോട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുത്തത് ഇങ്ങനെ അങ്ങോട്ട് ഫോൺ പിടിച്ചിരുന്നിട്ട് കണ്ണടച്ചിരുന്നാണ്. എനിക്ക് താഴോട്ട് നോക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഭയമാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഈ എയർ കാറിലെ ഒരു പ്രത്യേക അനുഭവമാണ്. എല്ലാവരും അത് ആസ്വദിക്കണം കൂട്ടുകാരെ. അങ്ങനെ നമ്മളങ്ങ് മുകളിലെത്തുമ്പോൾ അതിനകത്തോട്ടങ്ങ് കയറും. അവിടെ ചെല്ലുമ്പോൾ ജടായുപ്പാറയുടെ അവിടെ ഭയങ്കരമായ വ്യൂ ആണ്. താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ റൗണ്ടിന് കറങ്ങി വിശാലമായിട്ട് കിടക്കുന്ന ആ പാറയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ടെല്ലാം നോക്കി ഭംഗിയെല്ലാം കണ്ട് അവിടെ നിന്ന് ആൾക്കാരെല്ലാം ഫോട്ടോസെല്ലാം എടുക്കും. പല പല രാജ്യങ്ങളിൽ നിന്നും ഉള്ള ആളുകളായതുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്താണെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകും. പല തരത്തിലുള്ള ആളുകൾ പല ലാംഗ്വേജ് സംസാരിക്കുന്നു. അവരുടെ എല്ലാം വേഷം കാണാൻ വളരെ ഗംഭീരമാണ്. നമ്മൾ അതിശയിച്ചു പോകും. അങ്ങനെയാണ് ഓരോരുത്തരുടെ ഡ്രസ്സിങ്ങൊക്കെ നമ്മൾ കണ്ട് അമ്പരന്ന് നിന്ന് പോകും. അതാണ് ഇന്നത്തെ കാലം. അങ്ങനെ അതെല്ലാം കണ്ട് അവിടെ നിന്ന് ഫോട്ടോസ് ആൾക്കാരങ്ങ് കൂടുതലും ഫോട്ടോസ് എടുക്കുന്നതാണ്. പാറയുടെ മുകളിൽ ജടായുവിൻ്റെ ആ പാറയുടെ അരികിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. ക്യാമറ കൊണ്ടുവന്നും ഗ്രൂപ്പായിട്ടൊക്കെയാണ് ആൾക്കാർ വരുന്നത്. ഒരു ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഒരു ദേശത്തു നിന്നുള്ള ആളുകളെല്ലാം കൂടെ ഒരുമിച്ചൊരു ബസ്സിൽ ഇങ്ങനെയൊക്കെയാണ് അവിടെ വന്ന ആൾക്കാർ ഇത് കാണുന്നത്. ഫോട്ടോ എടുപ്പിൻ്റെ ബഹളമാണ്. ഞാനും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അതൊക്കെ ഞാൻ ചിലതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ. എല്ലാം ഒന്നും അത്ര ക്ലിയറൊന്നും അല്ല. എനിക്ക് കൊള്ളാമെന്ന് തോന്നിയത് ഇട്ടു. പിന്നെ വലിയ എഡിറ്റിങ് ഒന്നും എനിക്കത്ര പിടുത്തമില്ല. അത് കാരണം ചിലതൊക്കെ ഇട്ടിട്ടുള്ളൂ. എനിക്ക് ഇടാൻ പറ്റുന്നത് മാത്രമേ ഇട്ടുള്ളൂ. എല്ലാ കൂട്ടുകാരും വീഡിയോസ് എല്ലാം കാണണം. കണ്ട് അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാവരും
അവിടെ പോയി പാറയുടെ ഭംഗി ആസ്വദിക്കണം. അതിൻ്റെ താഴോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് വേറെ ഒരു ലോകത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. പക്ഷേ നല്ല ചൂടാണ്, നല്ല പൊരിഞ്ഞു പോവും, ചൂടും വെയിലും എല്ലാം അടിച്ച്. ഒരു തണലുള്ള സമയം നോക്കി വേണം പോകേണ്ടുന്നത്, ഇല്ലെങ്കിൽ ആകെപ്പാടെ പെട്ടുപോകും. എന്നാലും വളരെ രസമാണ്. അങ്ങ് മുകളിൽ ചെന്നിട്ട് അവിടെ വലിയ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. വല്ല സ്നാക്സോ അല്ലെങ്കിൽ ലൈറ്റായിട്ട് വല്ല ചായ അങ്ങനെ മാത്രമേ അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടൂ. വെള്ളവും വേണമെങ്കിൽ കുടിക്കാം, അതിനെല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട്. കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഓടി നടക്കുന്നുണ്ട്. ആളുകളെ കാണുമ്പോൾ എത്തി നോക്കുകയും ആ കമ്പിയിലൂടെ ഇങ്ങനെ ചാടി ചാടി പോവുകയും ചെയ്യുന്നുണ്ട്. അവയെല്ലാം ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങുന്നു. അങ്ങ് ഒരു നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വണ്ടറടിച്ച് പോവും. താഴോട്ട് അതിഗംഭീരമാണ് കാണുന്നതിന്. കൂട്ടുകാരെ, കാറിലൂടെ പോകാൻ ഭയമില്ലാത്തവരെല്ലാം പോയി കാണുക. പിന്നെ അത് കഴിഞ്ഞ് ശനിയാഴ്ച അങ്ങനെ കഴിഞ്ഞു. പിന്നെ അടുത്ത ദിവസം ഞായറാഴ്ച, അന്ന് പിതൃദിനം എന്ന് പറയുന്ന പ്രത്യേക വിശേഷ ദിവസമായിരുന്നു. അങ്ങനെ ആ ദിവസത്തിൽ ചില വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ, അവരുടെ ചില ആളുകളെല്ലാം ആ ദിനം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അതിൽ ഒരിടത്ത് ഒരു അച്ഛൻ വളരെ ഗംഭീരമായിട്ട് സ്വന്തം ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചു. സ്വന്തമായ നല്ല അധ്വാനിക്കുന്ന നല്ല മഹത് വ്യക്തി മക്കളെയെല്ലാം വളർത്തിയും കൊച്ചുമക്കളും മക്കളും എല്ലാം ആയി. അപ്പോഴാണ് പുള്ളിക്കൊരാഗ്രഹം, തൻ്റെ ബർത്ത്ഡേ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന്. അങ്ങനെ എല്ലാം സ്വന്തമായിട്ട് തീരുമാനിച്ചുറച്ച് പ്രിയപ്പെട്ടവരെ എല്ലാം വിളിച്ചു വരുത്തി നല്ല ഗംഭീര ഫുഡും എല്ലാം കൊടുത്ത് നല്ല സ്നേഹപൂർവ്വം നല്ല കാണാൻ പോയവർ നല്ല ഗമയിൽ അങ്ങനെ ഇരിക്കുന്നത് കണ്ടു. ഇങ്ങനെ കസേരയിൽ 2 കാലൊക്കെ വെച്ച് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഇരുത്തിയൊക്കെ ആയിരുന്നു. വരുന്നവരെല്ലാം വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം അങ്ങോട്ട് സ്വാഗതം ചെയ്തു. എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ആഘോഷിക്കേണ്ടുന്നത് കൂട്ടുകാരെ. ഇപ്പോൾ ലോകത്തെ എല്ലായിടത്തും ഇപ്പോൾ 365 ദിവസവും ഓരോ ദിനങ്ങളാണ്. ലോക വായനാ ദിനം, ലോക പരിസ്ഥിതി ദിനം, പിന്നെ എന്തുവാ പറയേണ്ടുന്നത്, എല്ലാ ദിവസവും വായനാ ദിനം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വായനാ ദിനമാണ്. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ എല്ലാവരും വായിക്കൂ വളരൂ എന്ന് വേണം. എല്ലാവരും വായനാശീലം വളർത്തിക്കൊണ്ട് വരണം. വായനയുണ്ടെങ്കിലേ നമുക്ക് അറിവുകൾ ലഭിക്കൂ. അറിവുണ്ടെങ്കിലേ ലോകത്ത് ജീവിക്കാൻ പറ്റൂ. അറിവുള്ളവരെ എല്ലാവരും അംഗീകരിക്കും കൂട്ടുകാരെ. പിന്നെ അങ്ങനെ ആ ബർത്ത്ഡേ പരിപാടിയൊക്കെ സൺഡേ അങ്ങ് കഴിഞ്ഞു. അതിൽ ഒരുപാട് പേര് പങ്കെടുത്തു. അങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴാണ് നമ്മളും ഓരോ പഴയ കാര്യങ്ങളും നമുക്കിനി ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നില്ല നമ്മളിങ്ങനെ ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചു പോകുന്നത്. നമുക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഒരു ചിന്ത വരുന്നത്. വായനാ ദിനത്തിൽ എല്ലാ കൂട്ടുകാരും പുസ്തകങ്ങളും എല്ലാം വായിക്കുകയും പത്രങ്ങളെല്ലാം വായിക്കുകയും വേണ്ടുന്ന അറിവുകളെല്ലാം സമ്പാദിക്കുക. ആ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും കൂടി ചെയ്യുക കൂട്ടുകാരെ. പിന്നെ വേറെ ഇന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും മഴയും വെള്ളക്കെട്ടുമൊക്കെ തുടങ്ങുന്നു. ഇനി പൂർവാധിക ശക്തിയിൽ അടുത്ത മഴക്കാലം തുടങ്ങുകയാണ് കൂട്ടുകാരെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഞാനും ഇവിടെ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ ജീവിതം ഇങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ കടന്നു പോവുകയാണ്. പിന്നെ ഇന്നത്തെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് നൈറ്റ്.